നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു അത്യാവശ്യം വരുമ്പോ കിട്ടുമല്ലോ ഓർത്തിട്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമേ ചിട്ടി കൊടുക്കുള്ളൂ എന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ തരുന്ന കാശ് അവസാനം നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. ഞങ്ങൾ അതുകൊണ്ട് പുട്ടടിക്കൊന്നുമില്ല. എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ട് നിശ്ചയിച്ചി. കാശിന് അത്യാവശ്യമുള്ളപ്പോ കിട്ടണ്ടേ? ചിട്ടിയുടെ ഉദ്ദേശം തന്നെ അതല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ നടത്താനേ സൗകര്യമുള്ളൂ. ഞങ്ങളോട് ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മാസം മുതൽ ചിട്ടിക്കാശ് തരണ്ട. പക്ഷെ ഒരു കാര്യം, പാതിക്ക് വെച്ച് ചിട്ടിയിൽ നിന്ന് ഒഴിവായാൽ ഇതുവരെ അടച്ച കാശ് തിരിച്ചു കിട്ടില്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം. വാടി. സമയമില്ലാത്തതാ പ്രശ്നം. ഒരു മാസമെങ്കിലും സാവകാശം ഉണ്ടായിരുന്നെങ്കിൽ പലരുടെയും കയ്യിൽ നിന്നായി 1000ഉം 10,000ഉം ഒക്കെ വാങ്ങിയാ മതിയായിരുന്നല്ലോ. ഞാനും പ്രിയനും മോഹനും രേവതിയും സാവിത്രി ചേച്ചിയും എല്ലാവരും പരിചയക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിയ 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ 3 ദിവസത്തിൽ കിട്ടണ്ടേ? അതാ പ്രശ്നം. ഞങ്ങള് ചിട്ടി പിടിക്കാൻ കഴിയുമെന്ന് നോക്കി. പക്ഷെ നമ്മൾ ആരും ഇവിടെ ഇല്ലാത്ത സമയം നോക്കി നിഷ ചേച്ചി ചിട്ടിക്കാശ് കൊടുത്തു. അവര് നമ്മളെല്ലാരും ചതിക്കുക ചെയ്തത്. അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അടുത്ത വഴി ആലോചിക്കുക വേണ്ടത്. വഴിയുണ്ട് പാറു, നീ ടെൻഷൻ അടിക്കണ്ട, കാശ് കിട്ടും. എവിടെന്ന്? എല്ലാവർക്കും സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കിട്ടുന്ന കാശ് ചിലവിന് പോലും തികയുന്നില്ല ആർക്കും. ജീവിച്ചു പോകാന്നല്ലാതെ സമ്പാദ്യമായിട്ട് 10 പൈസ ഇല്ല ആരുടെയും കയ്യില്. നമ്മുടെ കയ്യിൽ കാശില്ലെന്ന് നിന്നോടാരാ പറഞ്ഞത്? കാശുണ്ട്. എന്റെ കയ്യിലില്ല. എന്റെ കയ്യിലും ഇല്ല. ഉണ്ട് ജയന്തി. സിൽവർ ജൂബിലി ഫംഗ്ഷന് പ്രസംഗിക്കുമ്പോ PKR സാറ് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ലേബർ ഫണ്ട് എന്നൊരു സംവിധാനം ഉണ്ട് ഇവിടെ, അതിൽ നിന്ന് ലോൺ കിട്ടുമെന്ന്. ലേബർ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയൊന്നും ലോൺ കിട്ടില്ല. ഒരാൾക്ക് മാക്സിമം 2 ലക്ഷം രൂപ കിട്ടും. ഒരാൾക്ക് 2 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഞാനും നീയും ജയന്തിയും പാറും സൗസവും 2 ലക്ഷം രൂപ വെച്ച് ലോൺ എടുത്ത 10 ലക്ഷം രൂപ വെച്ച് കിട്ടിയില്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം കാശല്ല, സമയം. നമ്മുടെ മുന്നിൽ വെറും 3 ദിവസമേ ഉള്ളൂ. ലേബർ ഫണ്ടിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ലോൺ ട്രാൻസ്ഫർ ആയി വരുമ്പോഴേക്കും മിനിമം ഒരാഴ്ചയാവും. PKR സാർ മനസ്സുവെച്ച ഇന്ന് ലോൺ സാങ്ഷനാക്കി തരാൻ കഴിയും. നമുക്കെല്ലാവർക്കും PKR സാറിനെ കണ്ട് സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ വൈകിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ പോവാം. വേണ്ട, PKR സാറിനോട് ചോദിക്കണ്ട. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ എമൗണ്ട് സംഘടിപ്പിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല പാറു. PKR സാറിന്റെ സ്വഭാവം നിനക്കറിയാലോ. ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. ഭൂമിക മാഡം നിർബന്ധിച്ചിട്ട് കാശ് ചോദിക്കാൻ ഞാൻ ഇന്നലെ PKR സാറിന്റെ വീട്ടിൽ പോയിരുന്നു. അത്യാവശ്യമായി 10 ലക്ഷം രൂപ തരണം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് കൈലാഷ് സാറിനോട് വിളിച്ച് പറഞ്ഞിട്ടാണോ നീ അവിടെ പോയത്? അല്ല, നീ കാശിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ കൈലാഷ് സാറിന്റെ മമ്മി നിന്നെ വഴക്ക് പറഞ്ഞു എന്നല്ലേ നീ പറഞ്ഞത്? അതെ. നീ അവിടെ പോയത് കാശ് കടം ചോദിക്കാനാണെന്ന് അവർക്ക് എങ്ങനെയാ മനസ്സിലായത്? അതെനിക്കറിയില്ല. ഇതെല്ലാം മുക്തയുടെ കളിയാ. ഭൂമിക മേഡവും പാറുവും സംസാരിക്കുന്നത് മുക്ത കേട്ട് കാണും. പാറുവിനെ കഷ്ടപ്പെടുത്താൻ കിട്ടുന്ന ഒരു ചാൻസും മുക്ത വിട്ടുകളയില്ലല്ലോ. പാറു അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അപ്പൊ തന്നെ അവളെ കൈലാഷ് സാറിന്റെ മമ്മിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെയാ സംഭവിച്ചത്. വിളിച്ചറിയിക്കുക മാത്രമല്ല, കൈലാഷ് സാറിന്റെ മമ്മി അത്രയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുക്ത നന്നായിട്ട് ഏഷണി കൂട്ടിയിട്ടുണ്ടാവും. ഇവിടെ കരുനാഗം ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയ മുക്ത ചെകുത്താന്റെയും കടലിന്റെയും നടുവിലെന്ന് പറയുന്നത് ഇതാ. പ്രിയ, പാറുവിനോട് PKR സാറിന് എന്തോ മുഷിച്ചിലുള്ളതുകൊണ്ട് ലോൺ പാറുവിന് വേണ്ടിയാണെന്ന് അറിഞ്ഞ PKR സാർ അത് പാസ്സാക്കില്ല. പാറു വരണ്ട, നമുക്ക് പോയി ചോദിക്കാം. പാറുവിനാണെന്ന് പറയും വേണ്ട.